ഹായ്, അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ലൊരു ഡോൾ കേക്കാണ്. ഡോൾ കേക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഓവന്, ബീറ്റർ, ഐസിങ് ടൂൾസ് അങ്ങനെ ഒന്നും തന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. മോൾഡില്ല. നമ്മൾ ഫ്രൈ പാനിലാണ് ഈ ഒരു ബാർബി കേക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. കേക്ക് ബേക്ക് ചെയ്യുന്നതിനെ പറ്റി ഒന്നും അറിയില്ലാത്തവർക്കും തുടക്കക്കാർക്കെല്ലാം നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. അപ്പോൾ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ബാർബി കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാർബി കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ആ 2 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നല്ലപോലെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മുട്ട വെച്ചിട്ടുള്ള മിക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് 5 മുട്ട, 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ആട്ടോ 1 കപ്പ് എടുത്തിട്ടുള്ള, പിന്നെ 1/4 കപ്പ് ഓയിൽ, കുറച്ച് പിസ്ത എസൻസ്, ഇത്രയും ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്യുക, ബീറ്റർ വെച്ച് ചെയ്യരുത്. നമ്മൾ ഫ്രൈ പാനിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കുറച്ച് പാത്രങ്ങളിലേക്കാക്കി അതൊന്ന് അളന്നെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ കേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു 3 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിലുള്ള 1/3 കപ്പില്ലേ, 3/4 കപ്പിൻ്റെ അളവിൽ 3 പാത്രത്തിലും ഒരേ അളവിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരേ അളവിൽ 3 പാത്രത്തിൽ 3/4 കപ്പ് വീതം ബാറ്റർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 3/4 കപ്പിൻ്റെ ബാറ്റർ ആദ്യം നമുക്ക് റെഡിയാക്കി വെക്കാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് അളവുണ്ടല്ലോ, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് അളവിലും ഇതുപോലെ 3 പാത്രത്തിലായിട്ട് ഞാൻ ബാറ്റർ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ ബാർബി കേക്ക് ഹൈറ്റ് മുകളിൽ എത്തുമ്പോൾ ഹൈറ്റ് കുറഞ്ഞല്ലേ താഴോട്ട് വരുന്തോറും വരിക, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ് 1/4 കപ്പ് ഇതേ രീതി ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളുടേതുള്ള അളവ് പാത്രത്തിനനുസരിച്ച് വലിപ്പം കൂടിയതും കുറഞ്ഞതും അനുസരിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കിയുള്ളത് 1/2 കപ്പിലും എടുത്തിട്ടുണ്ട്. ബാലൻസ് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ 1/4 കപ്പിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പം ചുടുന്ന പാത്രം ചൂടാക്കിയതിന് ശേഷം ഓരോന്നും സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. ബാർബിയുടെ ഏറ്റവും അടിയിലത്തെ ലെയറാണത്. നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പം അത് സ്പ്രെഡായിട്ട് അങ്ങോട്ട് പോകും. ആ ഒഴിച്ച് അങ്ങനെ തന്നെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാവും. സാധാരണ ഗതിയിൽ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ 5 മിനിറ്റൊന്നും വേണ്ട കേട്ടോ. അത് 3 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് എല്ലാ ബാറ്ററും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ അടുത്ത ബാറ്റർ നമുക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങളുടെ അടുത്തുള്ള അളവ് പാത്രത്തിനനുസരിച്ച് ആ സൈഡൊന്ന് ലെവൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു ചോറ് പാത്രമൊക്കെ ഉപയോഗിച്ചിട്ട് ആ വലിപ്പം കൂടുന്നതും കുറയണതും അനുസരിച്ച്. ഞാനപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ 3/4 കപ്പ് മാവിൽ ഒഴിച്ചത് അത് ഞാൻ ചുട്ടെടുത്ത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇങ്ങനെ ഹൈറ്റ് കൂടി കുറഞ്ഞ് മുകളിലോട്ട് ഇട്ടുന്നതോറും നമുക്ക് കിട്ടും. പാൻ കേക്ക് എല്ലാം അപ്പം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. നല്ലപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഐസിങ് ചെയ്യുന്ന സാധാരണ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും അടിയിൽ വന്നിട്ടുള്ള ലെയർ ഏറ്റവും അടിയിൽ തന്നെ വരട്ടെ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഏറ്റവും അടിയിലത്തെ വീതി കൂടിയ ലെയർ നമുക്ക് ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കാം. ഇതേ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള അതേ സെയിം പ്രോസസ്സിൽ നമുക്ക് ഫുൾ വെക്കാം കേട്ടോ. ഷുഗർ സിറപ്പ് ആക്കുക, വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക, അങ്ങനെ. ഇനി നമുക്ക് ഈ കേക്ക് ഫുള്ളൊന്ന് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇത് പുറമെ ഡിസൈൻ ചെയ്യാനുള്ളതല്ല. അപ്പോൾ നിങ്ങൾ പതിയെ ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ബാക്കി വരുന്നത് ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേ രീതിയിലാണ് നമ്മളൊന്ന് ഫിനിഷിങ് ആക്കി എടുക്കണം കേട്ടോ. അത്ര പെർഫെക്ഷൻ ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ആ കേക്കിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം ചുട്ടെടുത്തപ്പോൾ ഉള്ള ആ ഒരു ലെവൽ ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബാർബിയുടെ ഷേപ്പൊന്നും ആക്കി എടുത്തിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പൊന്തിയൊക്കെ നിൽക്കുന്നുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി
ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഈ ബാർബീനെ കുത്തി കൊടുക്കാം. ഇത് 60 രൂപ കേട്ടോ. കേക്ക് മേടിക്കുന്ന എല്ലാ കടയിലും നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ ഉടുപ്പിൻ്റെ ഡിസൈനൊക്കെ ബാർബിയുടെ ഫ്രോക്കൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഇനി ബാർബിയുടെ ഫ്രോക്കിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളറാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഏറ്റവും അടിയിൽ ഒരു ഫ്ലവർ ഇങ്ങനെ ഒരു 3 ലെയറിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കണ്ടോ, ഇതുപോലെ ബാർബിയുടെ ഫ്രോക്കൊന്ന് വിടർന്നിരിക്കുന്ന മാതിരി തോന്നാൻ ഞാൻ ആ കേക്ക് ബോർഡിലും ഒരു ലെയർ ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ 2 കളർ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് വിപ്പിംഗ് ക്രീം കുറച്ച് എടുത്തിട്ട് ഫുൾ ഇനി ബോഡി പാർട്സ് വരെ നമുക്കിതുപോലെ വൈറ്റ് സ്റ്റാർ വരച്ചു കൊടുക്കാം. ബാർബിയുടെ ബോഡി ഇനി നമുക്ക് വരയ്ക്കാം. ആദ്യം ഉപയോഗിച്ച കളർ കൊണ്ട് തന്നെ ഞാനത് ക്യാമറ ഇച്ചിരി താഴോട്ട് താന്ന് പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതിൽ ഞാൻ നോസിലൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ സാധാരണ ട്യൂബ് മൈലാഞ്ചിക്ക് ഇടുന്നത് പോലെ അതിൻ്റെ ടിപ്പൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഫുൾ കഴുത്തേലും കയ്യേലും ഒക്കെ ബോഡി പാർട്സിലൊക്കെ ആക്കി വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ബാർബീനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുത്ത് പോലെ കയ്യിലും കഴുത്തേലും ഒക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു ബാർബി കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വിപ്പിംഗ് ക്രീം ആണെങ്കിലും മിക്സിയിൽ തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്യുവാണെങ്കിൽ ഏത് വീട്ടമ്മമാർക്കും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ബാർബി കേക്ക് തയ്യാറാക്കി എടുക്കാം. ഐസിങ് ടൂൾസോ അല്ല കേക്കിൻ്റെ ഒരു ടൂൾസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം വീണ്ടും കാണാം. താങ്ക്